നമസ്കാരം. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ച തീപിടുത്തം ഇപ്പോഴും അനിയന്ത്രിതമായി തന്നെ തുടരുകയാണ്. 1000-ഓളം കെട്ടിടങ്ങളാണ് ഇവിടെ കത്തി നശിച്ചത് എന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. നിരവധി ഹോളിവുഡ് താരങ്ങൾ താമസിക്കുന്ന മേഖലയിലും തീപിടുത്തം വ്യാപകമായിരുന്നു. അവരുടെ പലരുടെയും വീടുകൾ കത്തി നശിച്ചിട്ടുണ്ട്. പലർക്കും ഒരു വീട് മാത്രമാണ് ഉള്ളതെങ്കിലും മറ്റു ചിലർക്കാകട്ടെ മറ്റ് സ്ഥലങ്ങളിലും വീടുകളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവരെ ഇത് ഗുരുതരമായി ബാധിക്കില്ല. എങ്കിലും ഈ മേഖലയിൽ മാത്രം വീടുള്ള നിരവധി താരങ്ങൾ വളരെ ദുഃഖത്തോടു കൂടിയാണ് ഇപ്പോൾ തങ്ങളുടെ വീട് നഷ്ടപ്പെട്ട വിവരം മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നത്. ഈ പ്രമുഖ താരങ്ങൾ പലരും താമസിക്കുന്നത് ഹോളിവുഡ് ഹിൽസിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പടർന്നു പിടിച്ച തീ അവരെ തന്നെയാണ് ഏറ്റവും ഗുരുതരമായി ബാധിച്ചിട്ടുള്ളത്. അടുത്തിടെ ബാധിതരായ അഭിനേതാക്കളായ ലെയ്റ്റൺ മീസ്റ്ററുടെയും ആദം ബ്രോഡിയുടെയും വീടടക്കം കത്തിവച്ചിട്ടുണ്ട്. ബില്ലി ക്രിസ്റ്റലും പാരിസ് ഹിൽട്ടനും ഉൾപ്പെടെയുള്ള ഹോളിവുഡിലെ പ്രമുഖർക്കും വീടുകൾ നഷ്ടമായി. സാന്റമോണിക്ക പർവ്വത ശിഖരങ്ങൾ മുതൽ പെസഫിക് സമുദ്രത്തിലെ ബീച്ചുകൾ വരെ ഈ ശക്തമായ തീപിടുത്തത്തിൽ കത്തി നശിക്കുകയായിരുന്നു. ഹോളിവുഡിലെ പ്രമുഖ താരമായ ജെയിംസ് വുഡ്സ് CNN നൽകിയ അഭിമുഖത്തിൽ തന്റെ വീട് നഷ്ടപ്പെട്ട കാര്യം പറയുമ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു. തനിക്ക് ഏറെ വികാരപരമായി അടുപ്പമുണ്ടായിരുന്ന ഒരു വീടാണ് ഇതെന്നും കഴിഞ്ഞ ദിവസം താൻ നീന്തി കുളിച്ച സ്വിമ്മിംഗ് പൂൾ അടുത്ത ദിവസം നോക്കുമ്പോൾ കത്തി ചാമ്പലായി കിടക്കുന്ന കാഴ്ചയാണ് കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ അഭിനയ ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലുമൊക്കെ മറക്കാനാകാത്ത ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ആ ഒരു വീടാണ് ഇപ്പോൾ കത്തി നശിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനിയൊരു പുതിയ വീട് വാങ്ങുന്നതിനോ നിർമ്മിക്കുന്നതിനോ എത്ര കാലം കാത്തിരിക്കേണ്ടി വരും എന്ന കാര്യവും അദ്ദേഹം കണ്ണീരോടെ പറയുന്നുണ്ട്. ഹോളിവുഡ് താരം ബില്ലി ക്രിസ്റ്റലും ഭാര്യ ജാനിസും തങ്ങൾ 1979 നിർമ്മിച്ച സ്വപ്ന ഭവനം കത്തി നശിച്ചതിന്റെ ദുഃഖത്തിലാണ്. അവരുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം പിച്ച വെച്ച് നടന്ന ഈ കെട്ടിടത്തെക്കുറിച്ച് തങ്ങൾക്ക് ഒരുപാട് മധുര സ്മരണകളാണ് ഉള്ളത് എന്നാണ് ഇരുവരും പറയുന്നത്. പ്രശസ്തമായ നിരവധി ഹോളിവുഡ് ചിത്രങ്ങൾ നിർമ്മിച്ച പല കെട്ടിടങ്ങളും ഈ തീപിടുത്തത്തിൽ കത്തി നശിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവയെ സ്ക്രീനിൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. പൂർണ്ണമായും പല കെട്ടിടങ്ങളും കത്തി നശിച്ചു. വെറും ചാരം മാത്രമാണ് ഇപ്പോൾ കെട്ടിടങ്ങൾ എന്ന സ്ഥലത്ത് അവശേഷിക്കുന്നത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. തീപിടുത്തം സംബന്ധിച്ച് ഹോളിവുഡിൽ നടത്താനിരുന്ന എല്ലാ പ്രധാനപ്പെട്ട പരിപാടികളും മാറ്റിവെച്ചിട്ടുണ്ട്. ഓസ്കാർ പുരസ്കാരത്തിന്റെ നോമിനേഷൻ ഉൾപ്പെടെയുള്ള ഹോളിവുഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികൾ പോലും ഇപ്പോൾ മാറ്റി വയ്ക്കപ്പെട്ടവയിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ദുരന്തത്തിന് തീയണയ്ക്കാനെത്തിയ നിരവധി അഗ്നിശമന സേനാ പ്രവർത്തകർക്കും പൊള്ളലേറ്റിട്ടുണ്ട്. ഏതാണ്ട് 2 ലക്ഷത്തിലധികം പേരെയാണ് ഇവിടെ നിന്ന് ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. 6 മേഖലകളിലേക്കാണ് തീ പടർന്നു പിടിച്ചത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. അതുകൊണ്ട് തന്നെ തീ അണയ്ക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അമേരിക്ക സർക്കാരിനെ സംബന്ധിച്ച് ഏറെ ദുർഘടമായ ഒരു കാര്യം തന്നെയാണ്. ലോസ് ഏഞ്ചൽസിലെ തന്നെ വിവിധ മേഖലകളിൽ വൈദ്യുതി നിലച്ചിട്ടും ദിവസങ്ങളായിരിക്കുകയാണ്. ജനജീവിതമാകെ ദുരിതത്തിലായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ അവർ കടന്നു പോകുന്നത് എന്നാണ് അവിടുത്തെ ഗവർണർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട അധികൃതർ മാധ്യമങ്ങളെ അറിയിക്കുന്നത്. മഴയില്ലാത്തതും വരണ്ട കാലാവസ്ഥയും മരങ്ങൾ ഉണങ്ങി നിൽക്കുന്നതും എല്ലാമാണ് തീ ഇത്രയും ശക്തമായ തോതിൽ പടരാൻ കാരണമായത് എന്നാണ് പ്രാഥമിക നിഗമനം.